കേരള സർവകലാശാല വൈസ് ചാൻസലർ വിളിച്ച യോഗം നടക്കുന്ന ഹാളിന് പുറത്ത് ABVP പ്രതിഷേധിച്ച് 4 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു നീക്കി. MBA പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ വൈസ് ചാൻസലർ വിളിച്ച യോഗം തുടരുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണോ പ്രതിഷേധം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ABVP പ്രതിഷേധമുണ്ടായത്. യോഗം നടക്കുന്ന VC-യുടെ ചേംബറിന് മുന്നിലേക്കാണ് ABVP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. 4 പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. അപ്രതീക്ഷിതമായിരുന്നു ഈ പ്രതിഷേധം. കാരണം പോലീസോ മറ്റ് സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ VC-യുടെ ചേംബറിന് സമീപത്ത് വരെ ഇവരുടെ പ്രതിഷേധം നീണ്ടുന്നു. തുടർന്ന് പോലീസ് എത്തിയാണ് ഇവരെ അല്പം മുൻപ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. എന്തായാലും യോഗം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥതല യോഗമാണ്. അതായത് വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ, ഒപ്പം പരീക്ഷാ കൺട്രോളർ, രജിസ്ട്രാർ, ഇവരും 4 പേരും അടങ്ങുന്ന യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനുശേഷം 12:30 സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ യോഗം ഉണ്ടാകും. അതിനുശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനം, അതായത് ഈ 71 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളാണ് മിസ്സായത്. ഇവർക്കാണ് സ്പെഷ്യൽ പരീക്ഷ നിശ്ചയിച്ചിരുന്നത്. ഇവർക്ക് പരീക്ഷ എഴുതുന്നതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അവർ പറഞ്ഞിരുന്നു. എന്തായാലും വിദ്യാർത്ഥികൾ ഇന്ന് VC-യെ കാണാൻ എത്തിയിരുന്നു. VC-യെ കണ്ട് അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ എന്താ നമ്മൾ എത്രയും പെട്ടെന്ന് റിസൾട്ട് പബ്ലിഷ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അതിന് ഉള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തരം കുട്ടികളുടെ, അതായത് ഈ 71 കുട്ടികളുടെ ആവറേജ് മാർക്ക് എടുത്തിട്ട് അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. 3rd സെമസ്റ്റർ റിസൾട്ട് അത്യാവശ്യമായിട്ട് വരേണ്ടതുണ്ട്. പലരും വെയിറ്റിംഗ് ആണ്. സപ്ലിമെന്ററി എക്സാം ഉള്ളവരുണ്ട്. പരീക്ഷ 7-ാം തീയതി നേരത്തെ നിശ്ചയിച്ചിരുന്നു. അത് എഴുതാൻ നിങ്ങൾ ഇപ്പോൾ ഒരാളും വില്ലിംഗ് അല്ല. ഈ 71 മറ്റ് ജോലികൾ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് ജോലി കിട്ടുന്നില്ല. S3-യുടെ റിസൾട്ട് കൊടുത്താലേ ജോലി കിട്ടത്തുള്ളൂ മിനിമം. MBA എന്ന് ചോദിക്കുന്നത്. MBAയുടെ റിസൾട്ട് എവിടെയെന്നാ ചോദിക്കുന്നത്. റിസൾട്ട് ഇല്ല നമുക്ക് ജോലി. ഒരു മറുപടി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? ഇല്ല, നമ്മളെ കയറ്റിയില്ല. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് വെച്ച്. നിങ്ങൾക്കും ഈ നിർദ്ദേശം വന്ന ആളുകളാണോ? എനിക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ മെയിൽ വരുന്നതിന് തൊട്ട് മുന്നേ വരെ യൂണിവേഴ്സിറ്റി വിളിച്ചു ചോദിച്ച ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ പേപ്പർ മിസ്സായിപ്പോയിട്ടെന്ന് പറയുന്നുണ്ട്. ഇതെന്തെങ്കിലും ഉള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഏപ്രിൽ ലാസ്റ്റ് വീക്ക് വരുമ്പോൾ എക്സാം വരുമെന്ന് അവർ പറഞ്ഞത്. എന്നിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് ഇന്ന പോലെ മെയിൽ വന്നു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളിപ്പോൾ എഴുതിയ എക്സാമിന് ഒരു വാല്യൂ ഇവർ കൽപ്പിക്കുന്നില്ല. ഇനി എക്സാം എഴുതണമെന്ന് പറയുന്നു. 71 പേർക്ക് അവർ പറയുന്നു പേപ്പർ മിസ്സായിപ്പോയിട്ടുണ്ടെന്ന്. 71 പേർക്ക് മെയിൽ ചെന്നിട്ടുണ്ടെന്ന് യൂണിവേഴ്സിറ്റി ഉറപ്പ് പറയുന്നില്ല. ഞങ്ങളുടെ ഫ്രണ്ട്സ് അതിലുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ എന്താ, അവർക്ക് സപ്ലിമെൻ്ററി പോകും. എന്തിനാ അങ്ങനെ ഒരു അവസ്ഥ? ഇവരെന്താ ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയുന്നില്ല. ഞങ്ങൾ എന്തായാലും എക്സാം എഴുതാൻ തയ്യാറല്ല. ഇല്ല, നിങ്ങളുടെ പ്രതിനിധികളാണ്. എന്തായാലും അനുജ, അവരെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തായാലും ഈ യോഗങ്ങൾക്ക് ശേഷം, അതായത് സിൻഡിക്കേറ്റ് ഉപസമിതി യോഗത്തിന് ശേഷമായിരിക്കും ഇവരെ വീണ്ടും കണ്ട് ഇവരോടുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ അറിയിക്കുക. അനുജ, കേരള സർവകലാശാലയിൽ MBA വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ നഷ്ടമായ സംഭവത്തിലാണ് ഇന്നിപ്പോൾ വൈസ് ചാൻസലർ ഒരു യോഗം വിളിച്ചത്. ആ യോഗം നടക്കുന്ന ഹാളിന് പുറത്താണ് ABVP പ്രതിഷേധിച്ചത്. 4 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. VC വിളിച്ച യോഗം തുടരുന്നു.